നമസ്കാരം. സർക്കാരുകൾ രാഷ്ട്രീയം പറയാറില്ല. പാർട്ടികൾക്കാണ് രാഷ്ട്രീയം. സർക്കാരുകൾ തുടർച്ചയും. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ കാലത്തെ തീരുമാനങ്ങളെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി മറ്റൊരു സർക്കാർ വിമർശിക്കാറില്ല. എന്നാൽ കാലം മാറുന്നു. സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രവർത്തന രീതിയും മാറുന്നു. UDF ഭരണകാലത്ത് പോരായ്മകളായിരുന്നുവെന്ന് പരിഹസിച്ചുകൊണ്ടും LDF ഭരണകാലത്ത് ഇതിനൊക്കെ പരിഹാരമായെന്നും കാണിച്ചുകൊണ്ടുള്ള സർക്കാർ പരസ്യം PRD തന്നെ നൽകി. രാവിലെ പ്രമുഖ മലയാള പത്രങ്ങൾ വായിക്കാനെടുത്ത പലരും ഒന്ന് അമ്പരന്നു. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നതായിരുന്നു ഒന്നാം പേജിലെ പ്രധാന വാർത്ത. രാവിലെയും വൈകിട്ടുമായി അരമണിക്കൂർ വീതം ലോഡ് ഷെഡിംഗ് വരുന്നു എന്നത് വായിച്ച വായനക്കാർ പലരും അമ്പരന്നു. എന്ത് കാരണം കൊണ്ടാണ് ലോഡ് ഷെഡിംഗ് എന്നറിയാൻ പത്രം സൂക്ഷ്മമായി വായിച്ചപ്പോഴാണ് പലർക്കും കൂടുതൽ കൗതുകമായത്. 2012 സെപ്റ്റംബർ 27 വാർത്തയാണത്. മറ്റു വാർത്തകളിലൂടെയും കണ്ണോടിച്ചു. പോർട്ടലിന്റെ വക്കിൽ KSRTC 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി. ദേശീയപാത വികസനം മതിയാക്കിയ അതോറിറ്റി. ടാറിനും കുടിശ്ശിക. റോഡ് പണി നിലച്ചു എന്നിങ്ങനെ നീളുന്നു ഈ പേജിലെ വാർത്തകൾ. എല്ലാ വാർത്തകളുടെയും ഒടുവിൽ 10 വർഷം മുമ്പുള്ള ഒരു തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം അകത്തേക്ക് മറിച്ചപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ്. വായനക്കാരെ കാത്ത് ഒന്നാം പേജിന്റെ അതേ മാതൃകയിൽ മറ്റൊരു പേജ്. ആദ്യത്തെ പേജിൽ കൊടുത്തിരുന്നതിനുള്ള മറുപടികളായിരുന്നു ആ പേജിൽ. കേരളത്തിൽ വെളിച്ച വിപ്ലവം. ലാഭത്തിലേറെ KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്. പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ. 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി. റോഡുകൾ ഹൈടെക്. ദേശീയപാതാ വികസനം പൂർണ്ണതയിലേക്ക് എന്നിങ്ങനെ നീളുന്നു ഈ പേജിലെ വാർത്തകൾ. ഇത് കണ്ടപ്പോഴാണ് പലർക്കും യാഥാർത്ഥ്യം പിടികിട്ടിയത്. UDF ഭരണകാലത്തെ പോരായ്മകളായിരുന്നു എന്ന് പരിഹസിച്ചുകൊണ്ടും LDF ഭരണകാലത്ത് ഇതിനൊക്കെ പരിഹാരമായെന്നും കാണിച്ചുകൊണ്ടുള്ള സർക്കാർ പരസ്യം മലയാളിക്ക് അത്ഭുതമായി. ഒരു മുൻ സർക്കാരുകളെയും ഖജനാവിലെ പണം മുടക്കി PRD ഇതിനു മുമ്പ് വിമർശിച്ചിട്ടില്ല. പത്രത്തിലെ പരസ്യ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിന് വേണ്ടിയുള്ള സർഗാത്മക പരസ്യാവിഷ്കാരമാണ്. പത്രത്തിന്റെ എഡിറ്റോറിയലുമായി ബന്ധമില്ലെന്നുമുള്ള അറിയിപ്പും എല്ലാ പത്രങ്ങളും പേജിനൊപ്പം ചേർത്തിരുന്നു. 10 വർഷം മുമ്പേ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന് വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നാം പേജാണെന്ന് ആദ്യത്തെ പേജിലും 1ഉം 2ഉം പിണറായി സർക്കാർ കേരളത്തെ തിരുത്തിക്കുറിച്ചതിന്റെ നേർക്കാഴ്ചയാണ് ഈ പേജ് എന്ന് രണ്ടാം പേജിലും അറിയിപ്പുണ്ട്. മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പ്രധാന പത്രങ്ങളിലും പരസ്യം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിലും പരസ്യമുണ്ട്. കൗതുകം തോന്നിപ്പിക്കുന്ന പരസ്യങ്ങൾ രാവിലെ തന്നെ പലയിടത്തും ചർച്ചയായി. മനോരമയിൽ ഈ പരസ്യമില്ല, മാതൃഭൂമിയിലുമില്ല. പക്ഷേ ജന്മഭൂമിയിലടക്കം ഈ പരസ്യം പേജുണ്ട്. രണ്ടാം നിരയിലെ എല്ലാ പത്രത്തിലും പരസ്യമുണ്ട്. കുറച്ചു കാലം മുമ്പ് 2050 AI അധിഷ്ഠിത ലോകം എങ്ങനെയാകുമെന്ന തരത്തിൽ സമാന രീതിയിൽ പത്രങ്ങളിൽ പരസ്യം വന്നിരുന്നു. ഇത് വായനക്കാരെ അമ്പരിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് അതൊരു പരസ്യമാണെന്ന് മനസ്സിലായത്. എന്നാൽ UDFനെ താറടിക്കാൻ ഈ മാതൃക കടമെടുത്ത് വർഷങ്ങൾ പിന്നോട്ട് പോവുകയാണ് PRD. സർക്കാരിന്റെ വികസന പദ്ധതികളാണ് സാധാരണ നിലയിൽ PRD പരസ്യമാക്കാറുള്ളത്. എന്നാൽ UDF കാലത്തെ പോരായ്മകളെ അക്കമിട്ട് നിരത്തി പരിഹസിക്കുകയും LDF ഭരണത്തിലെല്ലാം ശരിയായെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പരസ്യമാണ് ഇന്ന് പത്രത്തിൽ വന്നത്. മുൻ സർക്കാരുകളുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് PRD ഇത്തരത്തിൽ വിമർശിക്കുന്നത് അസാധാരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരുകൾക്ക് തുടർച്ചയുണ്ടെന്നും മുൻകാല തീരുമാനങ്ങളെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിഹസിക്കുന്നത് ജനാധിപത്യ രീതികൾക്ക് നിരക്കാത്തതാണെന്നുമാണ് ഉയരുന്ന വിമർശനം. UDF കാലം ഇരുളടഞ്ഞതായിരുന്നുവെന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഈ നീക്കം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. മുൻ സർക്കാരുകളെ താറടിക്കാൻ സർക്കാർ സംവിധാനത്തെ തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് വരും ദിവസങ്ങളിൽ വിവാദങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.